ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരേ നല്ല രസത്തിലുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനാ, ഒരു 6 മാസമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ചെറിയ കുട്ടികൾ ഇങ്ങനെ കിടന്നിട്ട് അവരെ കുഞ്ഞിക്കാലുകൾ വായിലേക്ക് കൊണ്ടുപോകില്ലേ, വായിലിങ്ങനെ കുടിക്കാനായിട്ട്, അതേപോലെ അത്ര പ്രായമായിട്ടുള്ളൂ അങ്ങനെ തന്നെ വിരലുണ്ണുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തി ഉണ്ടായിരുന്നത്. നന്നേ ചെറിയൊരു ഉണ്ണി, നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് കൊഞ്ചിക്കാനായിട്ട് തോന്നും. അത്ര ചെറുതാണ് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇന്നലത്തെ അലങ്കാരത്തിൽ ഉണ്ടായിരുന്നത്. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാനും. ഒരെണ്ണം മുഴുവനായിട്ട് താമരയുടെ ഇതിൽ കൊണ്ടാണ് കോർത്തിരിക്കുന്നത്, പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിപ്പൂക്കൾ കൊണ്ടാണ്, പിന്നെ 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഉണ്ടമാല ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ 3 നിറങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു താമരയുടെ ഇതളുണ്ട്, തുളസിയുണ്ട്, തെച്ചിയുണ്ട്, അത് മാറി മാറി കോർത്തിരിക്കാം. പിന്നെ ഒരു ഉണ്ടമാലയിൽ നിറയെ താമരയുടെ ഇതളാം, അത് മാത്രമേ കോർത്തിട്ടുള്ളൂ. അതിന് നടുക്കാണ് നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ, ചെറിയൊരു ഉണ്ണികൃഷ്ണൻ വിരലുണ്ടുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞു മയിൽപ്പീലികൾ 3 എണ്ണമാണ് തലയിൽ ചൂടി കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല രസത്തിൽ ഇങ്ങനെ കാണാനുണ്ട്. നെറ്റിയിൽ ഗോപി തിലക ഉണ്ട്, പിന്നെ കാതുപൂക്കളുണ്ട്, നല്ല രസമായിട്ടൊരു കുഞ്ഞു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വിരലുണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിലാണ് തിരക്കെന്ന് തോന്നുന്നു. പിന്നെ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്, കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. പട്ടുകുണകൊന്നും നല്ല എടുത്തിട്ടില്ലാട്ട് ഒഴുക്കാപ്പെട്ടിയിട്ടാണ് കിടക്കണത്. കാലിലേക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട്, പിന്നെ കാലിലെ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട്, അത് കാണുമ്പോൾ നമുക്ക് കൊഞ്ചിക്കാനായിട്ട് തോന്നും. പക്ഷെ അത് കൂടാതെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഭഗവാന് തന്നെ ആശ്രയം ഭഗവാന്റെ പാദങ്ങളാണ്. നമുക്കും അത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഈ പാദങ്ങളെ ഭജിക്കൂ, ഈ പാദങ്ങളെ ഭജിക്കൂ എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ പാദങ്ങളിലെ ആശ്രയിക്കാം. എല്ലാവരും നന്നായി ഒന്ന് ഭഗവാന്റെ പാദങ്ങളിലെ നമസ്കരിച്ചോളൂ കേട്ടോ. ആ ഉണ്ണികൃഷ്ണന്റെ മുഖം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട്, വിരലുണ്ണുന്ന ഉണ്ണിക്കണ്ണന്റെ മുഖം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് എല്ലാവരും ഭഗവാന്റെ കുഞ്ഞു തൃപ്പാദങ്ങളിലെ നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അങ്ങനെ വിരലുണ്ണുന്ന ഉണ്ണികൃഷ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ. ഗണപതിയുടെ ഉടയാട ഇങ്ങനെ തട്ടുകളായിട്ടാണ്. ആദ്യം മഞ്ഞ, പിന്നെ കറുപ്പ്, പിന്നെ മഞ്ഞ, അങ്ങനെയാണ്. അതിലൊക്കെ ഇങ്ങനെ സ്വർണ്ണപ്പൊട്ടുകൾ ഇങ്ങനെ നിറയെ വാരി വിതറിയ പോലെയാണ് ഇന്നലത്തെ ഉടയാട ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. തുമ്പിയിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് ചെറുത്, നെറ്റിയിൽ ഒരു പൊട്ട്, 2 കാതുകളിലും ഓരോ സ്വർണ്ണപ്പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഗണപതിയുടെ കിരീടാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും വന്ന് ഏത്തം വിട്ടോളൂ കേട്ടോ.